Good morning. Good morning, Good ma'am. morning. Good morning. Prayer start ചെയ്തു കേട്ടോ. Prayer. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എങ്ങും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവനും തുല്യമായി തരും ശക്തി നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ കുഞ്ചു കയ്യിലും നന്മയായി നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു മാം. Of today. Quote of the day ഞാൻ പറഞ്ഞു. Smiling can reduce stress, enhancing humorous like control and underline. Thank you so much, ma'am. ഇത് ജസ്റ്റ് ഞാൻ എഴുതിയതാണ്. താങ്ക് യു. PDF കാണാമോ? PDF കാണാമോ? യെസ് മാം. ഒന്ന് എടുത്താകട്ടെ കേട്ടോ. ലേറ്റ് ആവേ. നിങ്ങൾ ടെക്സ്റ്റ് എടുത്തോളൂ. ടെൻഡൻസീസ് ഓഫ് മാൻ കേട്ടോ. മോർണിംഗ്. മാം ഞാനൊരു അന്തരീക്ഷ മലിനീകരണത്തിന്റെയും ജലമലിനീകരണത്തിന്റെ ഒരു ചാർട്ട് കാണിച്ചോട്ടെ? കാണുന്നുണ്ടോ മാം? ഇല്ലല്ല, ക്യാമറ ഓഫ് ആണ്. ഓണാണ് മാം. കാണുന്നത്. എന്തിന്റെയാണത്?
ഇത് അന്തരീക്ഷ മലിനീകരണം, ജലമലിനീകരണത്തിൽ നമ്മുടെ പ്ലാസ്റ്റിക് ഇതൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു. പിന്നെ ഈ പുകയുടെ ഇതൊക്കെ ഒരു ഫാക്ടറി ആണെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്നുള്ള ഇതൊക്കെ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് അതിന്റെ നേരെ പിടിച്ച് ജോലി ഇപ്പൊ കാണുന്നുണ്ടോ മാം? ഓക്കെ, തന്നെ വരച്ചാണോ അത്? ആ അതെ മാം, ഞാൻ വരച്ചത്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. PDF എല്ലാം ഒരുമിച്ച് കിടക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് എല്ലാ ചാപ്റ്ററും കൊണ്ട് ഒറ്റ ഇതില കിടക്കുന്നത്. ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻട്രൊഡക്ഷൻ ഭാഗം എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. യെസ്, യൂണിറ്റ് 9 കാണാമോ PDF എല്ലാവർക്കും? PDF കാണാമോ? കാണാം. Okay. Yes, tendencies of math. Montessori had much to say about world peace. She always talked about the importance of developing an understanding of human problems and associate human society. She firmly believed that the way to do this was through the child, and the work of education was to establish a lasting peace. Throughout history, humans have relied on their genius causality of survival. Regardless of race, country, or culture, people follow similar patterns, and after years of careful inspection in children, Maria Montessori was able to identify 40 important tendencies that compel human beings to make and refine the world around them, which he considered as the tendencies of man. They are exploration, order, gregariness, communication, abstraction, interest, calculation, repetition, concentration, self-control, perfection, inventiveness, independence, and work. The Montessori prepared environment with its carefully chosen and beautifully arranged materials is built around these tendencies. Because of this, Montessori teachers do not want to force their students. Children are naturally drawn to the materials because they appeal to their instinctive drives. During her many years of inspection, children in great variety of cultural environment, Montessori was able to identify 40 specific observable traits, which she considered as tendencies of man. Okay. ഇവിടെ മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത് മോണ്ടിസോറിയുടെ ദീർഘകാലത്തെ പരിശ്രമത്തിന് റിസർച്ചിന് ശേഷമാണ് കുട്ടികളില് ഒരു 14 ടെൻഡൻസീസ് ഉണ്ടെന്ന് കണ്ടെത്താനായത്. ഓക്കെ, യെസ്. അതായത് പ്രത്യേകിച്ച് മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ മോണ്ടിസോറി എപ്പോഴും ഒരു പീസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടി മുറകൂട്ടുന്ന ഒരാളാണ് അല്ലെ. ലോക സമാധാനത്തെ കുറിച്ച് മോണ്ടിസോറിക്ക് എന്താണ് ധാരാളം കാര്യങ്ങള് പറയാനുണ്ടായിരുന്നു മനുഷ്യരോട്. ഓക്കെ, അതായത് മനുഷ്യന്റെ പ്രശ്നങ്ങളെയും സമൂഹത്തെ കുറിച്ചിട്ടുള്ള ധാരണകൾ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് ഹ്യൂമൻ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള കുറെ പ്രവർത്തനങ്ങളാണ് മോണ്ടിസോറി കാഴ്ചവെച്ചിരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് എഡ്യൂക്കേഷന്, ചൈൽഡ് എഡ്യൂക്കേഷനോട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി അല്ലെ. നമ്മളൊരു കണ്ടന്റിനേക്കാൾ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലൂടെ ആയിരിക്കണം കുട്ടികൾ അറിവിന്റെ ലോകത്തേക്ക് കടന്നു വരേണ്ടത് എന്നുള്ള ഒരു തോട്ടിലാണ് മോണ്ടിസോറി ആ ഒരു കോൺസെപ്റ്റ് ആരംഭിക്കുന്നത്. ഓക്കെ,
യെസ്, അതായത് ചൈൽഡ് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ അവരെ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് ഈ പ്രവണതകളൊക്കെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളിലൂടെ മാത്രമേ നമുക്ക് എന്താണ് അറിവിന്റെ ലോകം പുതിയതായിട്ട് തുറക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു. ഇനി നമുക്കറിയാം ഹ്യൂമൻ ഹിസ്റ്ററീസ് എടുത്തു നോക്കുന്ന സമയത്ത് അല്ലെ, ഹ്യൂമൻ ഹിസ്റ്ററീസ് എടുക്കുന്ന സമയത്ത് മനുഷ്യർ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ് അല്ലെ. എത്ര അനുഭവങ്ങൾ, എത്ര പല സിറ്റുവേഷൻസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, പലതരത്തിലുള്ള ദുരന്തങ്ങൾ തുടങ്ങി പല രീതിയിൽ സർവൈവ് ചെയ്തു വന്നിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത്. അവിടെ എല്ലാം തന്നെ മനുഷ്യർ എന്തുണ്ട്, പലതരത്തിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. പല രീതിയിൽ പല ബേസിലാണ് മനുഷ്യർ ഒരു കാലഘട്ടത്തിൽ കടന്നു പോയിരുന്നത്. ഇന്ന് വരെ നമ്മളെ പഴയ കാലം ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടം വരെ എന്താണ് മനുഷ്യര് മറ്റേതായ ഇമോഷൻസിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് അല്ലെ. ദേഷ്യം, വാശി അല്ലെങ്കിൽ മറ്റു ടെൻഡൻസീസിലേക്ക് കൂടിയാണ് ഒരു മനുഷ്യൻ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനവനെ പലതരത്തിൽ അവന്റെ കൾച്ചർ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, അവന്റെ ജീവിതത്തിലുടനീളം. ഓക്കെ, അങ്ങനെ ഇത്തരം വിഷയങ്ങളെ കുറിച്ചിട്ട് മോണ്ടിസോറി കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി ഓപ്പൺ ആയത്. ഇത്തരം വിഷയങ്ങളിലാണ് മോണ്ടിസോറി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ ദീർഘകാലത്തെ പരിശ്രമത്തിന് ശേഷമാണ്, ഒരു പരീക്ഷണത്തിന് ശേഷമാണ് കുട്ടികളില് ഏകദേശം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 14 പ്രവണതകൾ ഉണ്ടെന്ന് മോണ്ടിസോറി കണ്ടെത്തിയത്. അതായത് ഒരുപാട് ഇയേഴ്സിന്റെ ഇൻസ്പെക്ഷൻ പോലെ ഒരുപാട് ദീർഘകാലത്തെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മോണ്ടിസോറി എന്ത് കണ്ടെത്തിയത് കുട്ടികളിൽ എന്തുണ്ടെന്നാണ് കണ്ടെത്തിയത്? ടെൻഡൻസീസ് 14 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടെന്ന് ടീച്ചർ ഹ്യൂമൻ ബീയിങ്ങിന് അല്ലെ. ഓക്കെ, യെസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ അത്തരം ടെൻഡൻസി 14 ടെൻഡൻസിനെ എല്ലാം കൂടി മോണ്ടിസോറി പറഞ്ഞ വാക്കാണ് എന്ത് ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ പ്രവണതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മനുഷ്യരിൽ 14 പ്രധാന പ്രവണതകൾ ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് ആർക്ക് കഴിഞ്ഞു? മോണ്ടിസോറിക്ക് കഴിഞ്ഞു. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ ഓക്കെ, അത് ഏതൊക്കെയാണ് 14 ടെൻഡൻസികൾ എന്ന് പറയുന്നത്? exploration, order, gregarious, communication, abstraction, interest, calculation, repetition, concentration, self-control, perfection, inventiveness, independence and work. Okay, 14 ടെൻഡൻസികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 14 ടെൻഡൻസി എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോന്നിനും എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഓക്കെ, വളരെ ചുരുക്കത്തിലാണ് പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ബ്രീഫ് ആയിട്ട് പറയുള്ളൂ കേട്ടോ. പറഞ്ഞിരുന്നില്ല ടീച്ചർ? ഓക്കെ മാം. Okay, yes. The Montessori prepared environment with this carefully chosen and beautiful arranged materials is built around these tendencies. അതായത് ഈ 14 ടെൻഡൻസികൾ ഉള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ച് കുട്ടികളെ പഠനത്തിന് സ്വായത്തമാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഇത്തരം 14 ടെൻഡൻസികൾ കുട്ടികൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മോണ്ടിസോറി തിരിഞ്ഞത്. മനസ്സിലായോ? അതായത് മോണ്ടിസോറി തയ്യാറാക്കിയ പരിസ്ഥിതി എന്ന് പറയുന്നത് എങ്ങനെയാണതാണ്? ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുന്നതാണോ? ടെക്സ്റ്റ് ബുക്ക് ആണോ പഠിക്കുന്നത്? മെറ്റീരിയൽസ് ആണ് അല്ലെ. മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ് മോണ്ടിസോറി നമ്മളെ കുട്ടികൾക്ക് നൽകുന്നത്. ഓക്കെ, യെസ്, ബിക്കോസ് ഓഫ് ദിസ് മോണ്ടിസോറി ടീച്ചേഴ്സ് ഡു നോട്ട് വാണ്ട് ടു ഫോർ their students to children are naturally drawn to the materials because they appeal to their instinctive drives. അപ്പൊ എന്താണ് ഇക്കാരണത്താൽ തന്നെ മോണ്ടിസോറി അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളെ ഒരിക്കലും നമ്മളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല. നമ്മളിപ്പോ നിങ്ങൾ അന്ന് പ്രാക്ടിക്കലിന് വന്ന സമയത്ത് നിങ്ങളോട് ഞങ്ങൾ എന്താ പറഞ്ഞത്? മെറ്റീരിയൽസ് അവിടെ ഇരിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി എടുക്കാനല്ലേ പറഞ്ഞത് അല്ലെ? ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് നിങ്ങൾ സെലക്ട് ചെയ്തു. നിങ്ങൾ പലരും പലതായിട്ട് മാറി ഓരോരുത്തർ ചെയ്ത് നോക്കിയാണ് നിങ്ങൾ അത് പഠിച്ചത്. എന്താണ് മെറ്റീരിയൽസ് നിങ്ങൾ പഠിച്ചത്? അത് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റ് ചുറ്റുപാടിൽ നിന്ന് കുട്ടികൾക്ക് ഏത് തരം മെറ്റീരിയൽസ് അവർക്ക് സ്വീകരിക്കാം. അവർ ഇഷ്ടമുള്ള രീതിയിൽ അവരെ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ റൗണ്ട് സ്റ്റീർ മാത്രമായിരിക്കും എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ റോബർ സിലിണ്ടർ മാത്രം ഒന്നും എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ അവിടെ വന്ന് പഠിച്ചത്. ഓക്കെ, യെസ്, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ മോണ്ടിസോറി അധ്യാപകർ ഒരിക്കലും വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്നില്ല. കുട്ടികൾ സ്വാഭാവികമായിട്ടാണ് മെറ്റീരിയലുകളുമായിട്ട് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഒരു നിങ്ങൾക്ക് കണ്ടപ്പോ മെറ്റീരിയൽസിനോട് ആകർഷണം തോന്നി, ഇത് എടുക്കാം എന്ന് തോന്നിയിട്ടല്ലേ നിങ്ങൾ അതെടുത്തത്? ഒരു അട്രാക്ഷൻ
ഓക്കെ, ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്താണ് ഇതെടുക്കാൻ നിങ്ങൾക്ക് ഒരു ഇഷ്ടം വന്നതുകൊണ്ടാണ് ആ മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു അട്രാക്ഷൻ വന്നിട്ടാണ് നമ്മൾ ആ മെറ്റീരിയൽസ് പഠിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അട്രാക്ഷൻ വന്നത്? അവിടെ എന്തുണ്ട്? നിങ്ങൾക്കും എന്തുണ്ട്? ടെൻഡൻസി ഉണ്ട് അല്ലെ? നിങ്ങൾക്കും പലതരത്തിലുള്ള പ്രേരണ ഉണ്ട്. ഇപ്പൊ നിങ്ങള് ബ്രൗൺ സ്റ്റെയർ കണ്ടു. ബ്രൗൺ സ്റ്റെയർ എന്താണ്? അത് എടുത്തു നോക്കണം, അതിനുള്ളിൽ എന്താണ് എടുക്കണം എന്നൊരു ചിന്ത വന്നിരുന്നു അല്ലെ? കണ്ടു കഴിഞ്ഞപ്പോ പ്രാക്ടീസ് എന്താണ്? എക്സ്പ്ലോറേഷൻ. അതാണ് മനുഷ്യന്റെ ആദ്യ പ്രവണത എന്ന് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ബീങ്സിന് ഉടനീളം എന്തുണ്ട്? ഈ 14 ടെൻഡൻസീസ് ഉണ്ട്. കുട്ടികളിലാണ് ഇത് ആദ്യം കണ്ടെത്തെങ്കിൽ ഇത് മനുഷ്യന്റെ ഉടനീളമുള്ള പ്രവണതയാണ്. ഓക്കെ, മനസ്സിലായോ എക്സാമ്പിൾ പറഞ്ഞപ്പോ? ഓക്കെ മാം. ഓക്കെ, ക്ലിയർ ആവുമ്പോഴേക്ക് പറയണോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ 14 ടെൻഡൻസിയിൽ കൊടുത്തിട്ടുണ്ട്. അതില് ഒരെണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് നോക്കിയാ 14 ടെൻഡൻസി എടുത്താൽ റിപ്പീറ്റേഷൻ അതില് കമ്മ്യൂണിക്കേഷനാ വരേണ്ടത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, യെസ്. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇമിറ്റേഷൻ വരാം. വേറെ ടെൻഡൻസീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് 14 അല്ലാതെ തന്നെ എക്സ്ട്രാ 2-3 ടെൻഡൻസി കൂടി പിന്നീടുള്ള പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ക്ലാസ് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ, ഏതൊക്കെയാണ്. നമുക്ക് അടുത്ത ഫ്രൈഡേ വരെ നമുക്ക് എനിക്ക് ക്ലാസ് ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ഫ്രൈഡേ എന്റെ ക്ലാസ് തീരും. എനിക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഓരോ ടെൻഡൻസി എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ട്? 14 പരിചയം ഇല്ലാത്തത് ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, പരിചയമില്ലാന്ന് തോന്നും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള പരിചയമുള്ള ഒരു സാധനമാണ്. ഓക്കെ, വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ബാക്കിയെല്ലാം അറിയാൻ പറ്റും അല്ലെ? Yes. All about the tendency function upon behavior like a single force. Each of the various tendencies look to complement absolutely to affect of certain others. And we can identify exact aspects of culture which derive primarily from certain tendencies acting in concert. These clusters of tendencies also appear to compound their effect in a particular sequence, building up into 2 phases the process of cultural transformation. അപ്പൊ നമ്മൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രവണതകളും എന്താണ്? ഒരാളിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലെ? ഈ 14 ടെൻഡൻസിയും ആരിലാണ് നടക്കുന്നത്? ഒരു വ്യക്തിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ മനുഷ്യൻ നോക്കി മനുഷ്യൻ സാധാരണ ഒരു ജീവിയാണോ? അപ്പൊ അല്ല അല്ലെ? നമുക്ക് എന്താണ് മാനുഷികമായിട്ടുള്ള ശേഷികൾ ചിലത് കുറവുണ്ടെന്നല്ലാതെ നമുക്ക് ബാക്കി എന്തുണ്ട്? 14 ടെൻഡൻസീസ് ഉണ്ട്, 12 ഡിഫറൻസ് മെക്കാനിസം ഉണ്ട്. എല്ലാ തരത്തിലുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യൻ അല്ലെ? ഓക്കെ, അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടെൻഡൻസിയും ഒരു ശക്തിയിലാണ്, ഒരാളുടെ പെരുമാറ്റത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നും മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം ഓരോന്ന് കണക്റ്റഡ് ആണ്. ഓക്കെ, അതായത് പഠനവുമായി റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലൈഫ് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്, ആവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ലൈഫിലുള്ളതാണ് അല്ലെ? സെൽഫ് കൺട്രോൾ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിലേ കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ അല്ലെ? കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? എക്സ്പ്ലോറേഷൻ ഉണ്ടെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് വെച്ചില്ല? ശരിയാണ് മാം. യെസ്, യെസ്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. വാട്ട് ഈസ് എക്സ്പ്ലോറേഷൻ? എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പര്യവേഷണം ചെയ്യണമെങ്കിൽ കണ്ടെത്തുക. ഓക്കെ, നിങ്ങൾ ആമസോൺ കാർഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ട്. ടീച്ചർ എക്സാമ്പിൾ പറയാൻ കേട്ടോ. ആമസോൺ കാർഡുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുള്ളില് എന്തൊക്കെ ഉണ്ടാവും? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ? അതെന്താണെന്ന് അറിയാനായിട്ട് കുട്ടികളിൽ ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ആമസോൺ കാട്ടിൽ അല്ലെങ്കിൽ മഴക്കാടുകളുണ്ട്. മഴക്കാടിൽ എപ്പോഴും എന്താണ് മഴയായിരിക്കും, മഴമേഘങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ മഴമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ കറുത്ത മേഘങ്ങളാണ്. അപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? എന്ത് തോന്നുന്നു? ടെൻഡൻസി എന്താണ് അറിയാം. എന്താണ്? അതാണ് എക്സ്പ്ലോറേഷനിൽ അവിടെ എന്താണ് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെ, ആകാശഗംഗയെ കുറിച്ച്, ഗാലക്സിനെ കുറിച്ച്, പ്ലാനറ്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരെന്താണ് അവിടെ ചിന്തിക്കുന്നത്? അതെന്താണ്, അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാനായിട്ട് കുട്ടികൾ അത് കണ്ടെത്താൻ ശ്രമിക്കും അല്ലെ. നമ്മളോട് പല ഉരുവിട്ട് ചോദിക്കും അതിലെന്താണ് അമ്മേ, അല്ല എന്താണ് ടീച്ചർ, അതിലെന്താണ് ഉള്ളത്? കുട്ടികൾ എന്താണ് വീണ്ടും വീണ്ടും ചോദിക്കും. അതെന്താണ്? ദാറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എക്സ്പ്ലോറേഷൻ. അതാണ് എന്ത്? കണ്ടെത്താനുള്ള ഒരു, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആദിമ മനുഷ്യരൊക്കെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ആദിമ മനുഷ്യര് ഈ എക്സ്പ്ലോറേഷൻ ഉണ്ടായിട്ടല്ലേ? എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസി ഉണ്ടായിട്ടാണ് മനുഷ്യൻ ഓരോ കണ്ടുപിടുത്തങ്ങളും ഇവിടെ വരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് കണ്ടെത്താൻ ഇപ്പൊ നമ്മുടെ BC AC ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2025 വരെ ഈ ഒരു വിധത്തില് എന്തൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം എന്തിന്റെ ഭാഗമായിട്ടാണ് നടന്നതാണ്? ഈ എക്സ്പ്ലോറേഷൻ എന്നൊരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മനുഷ്യൻ എന്തുണ്ടായിരുന്നു? ആദ്യം ഒരു വീടുണ്ടായിരുന്നില്ല, നൊമാഡിക് ആയിട്ടല്ലേ, അലഞ്ഞിരിക്കുന്ന ജീവിതമായിരുന്നു. പിന്നീട് എന്താണ് അവര് എന്ത് കണ്ടുപിടിച്ചു? എന്താണ് ആദ്യം കണ്ടുപിടിച്ചത് മനുഷ്യൻ? കണ്ടുപിടിച്ചിട്ട് വേണം, നല്ല അടിയുള്ളൂ. എന്താ കണ്ടുപിടിച്ചത് ആദ്യം മനുഷ്യൻ? അവർക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ കണ്ടെത്തി, ഓരോരോ യുഗങ്ങളില് ചെമ്പുയുഗം അങ്ങനെ ഓരോ ലോഹങ്ങൾ കണ്ടെത്തി, അങ്ങനെയൊക്കെ കേസിലൂടെ പല മനുഷ്യരും കണ്ടെത്തുകയാണ്. തീ കണ്ടെത്തി, ആയുധങ്ങൾ കണ്ടെത്തി, പിന്നെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിനായിട്ട് കണ്ടെത്തി, പിന്നെ എന്താണ് ഷെൽട്ടർ ആവശ്യമാണ്. അപ്പൊ ഓരോരോ ആവശ്യകതകൾ അവർക്ക് വന്നു അല്ലെ. തീ കണ്ടുപിടിച്ചു അല്ലെ. തീ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? രണ്ട് കല്ലുകൾ തമ്മിൽ ഉരസിയ സമയത്ത് എന്ത് സംഭവിച്ചു? അവിടെ തീ ഉണ്ടാവുമെന്ന് അവർ കണ്ടുപിടിച്ചു. പിന്നെ എന്താണ് അതിനുശേഷം തീ കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്തുണ്ടായത്? ഭക്ഷണം പാകം ചെയ്യാനായിട്ട് അവർ ആരംഭിച്ചത് അല്ലെ. അതിനു മുമ്പ് അവർ എന്താണ് കഴിച്ചിരുന്നത്? മത്സ്യങ്ങളുടെ ഇലകളും കായ്കളും പഴങ്ങളും ഒക്കെയാണ് അവർ ആദ്യം ഭക്ഷിച്ചിരുന്നത്. അങ്ങനെ അതിനുശേഷം എന്താണ് ഓരോന്നും, പിന്നെ പാർപ്പിടം ഉണ്ടായി, പിന്നെ എന്താണ് അവര് ജീവിക്കാനായിട്ട് ആരംഭിച്ചു. നദി കേന്ദ്രീകരിച്ചാണ് അവർ ജീവിച്ചിരുന്നത് അല്ലെ. നദികളോട് കേന്ദ്രീകരിച്ചിട്ടാണ് മനുഷ്യർ ആദ്യം ജീവിച്ചിരുന്നത് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് പതിയെ ഓരോ കൃഷികളിലേക്ക് പല പരിപാടികളിലേക്ക് എന്താണ് മനുഷ്യൻ കടന്നു ചെയ്യുന്നു. അവിടെയൊക്കെ ഏതൊരു ടെൻഡൻസിയാണ് നടക്കുന്നത്? എക്സ്പ്ലോറേഷൻ ആണ് കേട്ടോ. കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അവിടെ. യെസ്, അപ്പൊ മനുഷ്യൻ എന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലം വരെ നമുക്കിത് എന്തുണ്ട്? എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസി നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അടുത്തത് എന്താണെന്ന് അറിയാൻ നമുക്കൊരു ടെൻഡൻസി ഇല്ലേ? നാളെ എന്താണ്, മറ്റന്നാൾ എന്താണ് അറിയാനൊരു ടെൻഡൻസി നമുക്കില്ലേ? ഇല്ലേ പിള്ളേരെ? ഓക്കെ, യെസ്. ഇപ്പോഴും ഓരോന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കല്ലേ. അതെ, ഇപ്പോഴും ആവശ്യത്തില്ല. ഇനി പരീക്ഷ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. അതെങ്ങനെ എഴുതാൻ പറ്റും? പാസ്സാവും 100% മാർക്ക് ഇപ്പൊ 22-ാം തീയതി മുതൽ പ്രാക്ടിക്കൽസ് വൈവ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് പറയും, എങ്ങനെ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം നിങ്ങളെല്ലാം അല്ലെ. പ്രാക്ടീസ് ഇത്രേ ഉള്ളൂ എന്ത് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞറിയാനുള്ള ഒരു ത്വരയാണ് എന്ത് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സ്പ്ലോറേഷൻ ടീച്ചർ ഇത്രയും പറഞ്ഞ ഈ മലയാളം വാക്ക് ഒരു ക്യാപ്സൂൾ ആയിട്ട് ഇംഗ്ലീഷിലായിട്ട് ഒരു നോട്ട് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ മാം. ഓക്കെ, കണ്ടു, മെസ്സേജ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. നമ്മുടെ ജീവിതത്തിന് ഒരു ഓർഡർ ഉണ്ടോ? ഉണ്ട്. ഓർഡർ ഉണ്ട്, ഡിസോർഡർ ഉണ്ട്. ഏതാണ് നല്ലത്? ഡിസോർഡർ ആണോ ഓർഡർ ആണോ നല്ലത്? ഓർഡർ ഓക്കെ, ഇപ്പൊ നമ്മൾ കുട്ടി നല്ല രീതിയിൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നു. ഒരു ദിവസം അവൻ എന്താണ് ഒരു അസുഖം വന്നു അല്ലെ. കുഞ്ഞിന് ഒരു അസുഖം വന്നു, പനി വന്നു, ദിവസം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. അവിടേക്ക് അവന്റെ എന്ത് തെറ്റുന്നു? എന്താണ് തെറ്റു പോകുന്നത്? ഓർഡർ തെറ്റി ഡിസോർഡർ ആവും. ഡിസോർഡറിൽ നിന്ന് ഡിസോർഡർ ആയിട്ട് നമ്മളാണെങ്കിൽ എന്താണ്
ആ ഒരു ഓർഡറിൽ നിന്ന് നമ്മൾ ഡെയിലി ലൈഫിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യാസം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ട് സംഭവിച്ചാൽ നമ്മൾ എന്താവും, നമ്മൾ ആകെ സ്ട്രെസ്ഡ് ആവും അല്ലെ. നമുക്ക് ആ കാര്യം പിന്നീട് നമ്മൾ വളരെ സ്ട്രെസ് ആയിട്ട് നമുക്ക് ആകെ ദേഷ്യം ചെയ്യാം, നമ്മുടെ ഇമോഷൻസ് കംപ്ലീറ്റ്ലി മാറും അല്ലെ. ഓർഡർ മാറി ഡിസോർഡർ ആയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ ഓർഡർ ഉള്ളതാണോ ഡിസോർഡർ ഉള്ളതാണോ നല്ലത്? എന്താണ് വേണ്ടത്? ഓർഡർ ഉള്ളതാ നല്ലത്. ഓർഡർ ഉള്ളതാണോ നല്ലത് അല്ലെ. ഓക്കെ, യെസ്. അതായത് ഓരോ മനുഷ്യനും ദൈനംദിനമായിട്ട് എന്താണ് ഒരു ഓർഡറിലൂടെയാണ് ജീവിക്കുന്നത് അല്ലെ. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എന്താണ് ലൈഫിനൊരു ഓർഡർ ഉണ്ട്. നമ്മൾ രാവിലെ നമ്മുടെ നോർമൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു അല്ലെ. രാവിലെ നമ്മൾ ചെയ്യുന്ന ഒരു നോർമൽ പ്രോസസ് ആണ് എന്താ, ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ. എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ ബ്രേക്ക്ഫാസ്റ്റ്? അതെ 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 ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു, വൈകിട്ട് ഒരു കോഫി, രാത്രി ഒരു 8 മണിക്ക് മുമ്പ് എന്താണ് ഡിന്നർ കഴിക്കുന്നു. നമ്മുടെ റുട്ടീനാണ് അല്ലെ. ഇതെങ്ങനെയാണ്, ഇതാണ് ഓർഡർ. ഇത് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ തെറ്റുന്നു അല്ലെ. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും തെറ്റുന്ന സമയത്ത് നമ്മൾ ഡിസോർഡർ ആവുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു ഓർഡറിന്റെ പുറകിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്കൊരു ലൈഫ് റുട്ടീൻ ഉണ്ട്, അതിന്റെ പുറകിലാണ് എല്ലാവരും പോകുന്നത്. നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ചെയ്യുന്ന ദൈനംദിനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. കുട്ടീനെ കറക്റ്റ് 8 മണിക്ക് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് 8 മണി എന്നൊരു സമയം വിട്ടു, 9 മണിയായി, നിങ്ങൾ ഹാറിൽ വേറെ ആയിട്ട് പോകും. നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സമയത്ത് തെറ്റില്ലേ? എല്ലാം തെറ്റും, എല്ലാം തരണം. ഓഫീസിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല. അങ്ങനെ ഒരു ഡിസോർഡർ ആവുന്ന ലൈഫ് നമുക്ക് അത് മനുഷ്യന്റെ ഒരു പ്രവണതയാണ്. ആ ഒരു ഡിസോർഡർ പക്ഷെ നമുക്ക് സംഭവിക്കും അല്ലെ. രണ്ടും സംഭവിക്കും. ഓർഡറുള്ള ലൈഫിൽ എന്ത് വരുന്നുണ്ട്, ചില ഘട്ടങ്ങളിലാണ് ഡിസോർഡർ ഉണ്ടാവുന്നത്. മനുഷ്യന്റെ രണ്ടാമത്തെ പ്രവണതയായിട്ട് കണ്ടെത്തിയത് എന്താണ്, ഓർഡർ ആണ്. ഓക്കെ, യെസ്. അതായത് ഓരോ മനുഷ്യന് ചില ഹാബിറ്റ്സ് ഉണ്ട്. ആ ശീലം നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഹാബിറ്റ്സുകളെ തന്നെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? രണ്ടാമത്തേത് ടെൻഡൻസി. ഇത് വായിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ സമയം എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ് ടെൻഡൻസി എന്ന് പറഞ്ഞ എന്താണ്, ഗ്രിഗേറിയസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഗ്രിഗേറിയസ് എന്താണ് കേട്ടിട്ടുണ്ടോ? ഗ്രിഗേറിയസ് എന്ന വാക്ക് ചിലർക്ക് പുതിയൊരു എന്താണ്, കൂട്ടായ്മ എന്ന് പറയാം. ആണോ? പേരിൽ അതിന് കൂട്ടായ്മ എന്ന് പറയും, പക്ഷെ അതിന് എക്സ്പ്ലനേഷൻസ് വെക്കുമ്പോൾ വ്യത്യസ്തമാണ്. ഗ്രിഗേറിയസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു കുട്ടി, ഇപ്പൊ ഒരാള് നമ്മുടെ ക്ലാസ്, നമ്മുടെ സ്കൂളിൽ പഠിക്കാന്ന് വിചാരിച്ചു. ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. ക്ലാസ്സിൽ വരുന്ന സമയത്ത് ആള് ഭയങ്കര ഭൂമിയാണ്, ആരോടും മിണ്ടുന്നില്ല, നമ്മൾ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. രാവിലത്തെ ഒരു സമയത്ത് കേട്ടോ, രാവിലത്തെ ഒരു സമയത്ത് ആള് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. ക്ലാസ്സിൽ പറയുന്ന ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് കുത്തിക്കുറിച്ചിരുന്ന് എഴുതുന്നത്, നിങ്ങളതൊന്ന് മനസ്സിൽ കാണാം. ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്, പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല, ആകെ വിഷമിച്ചിരിക്കുക. കാര്യം എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ട് പറയുന്നില്ല, ആള് മിണ്ടുന്നില്ല. ഓക്കെ, ഇങ്ങനെ പോയി പക്ഷെ ആ കുട്ടി വൈകുന്നേരം പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അതെന്താണ്? വൈകുന്നേരം ഈ രാവിലെ ഉണ്ടായിരുന്ന ആളല്ല വൈകിട്ട് പോകുന്നത്, വളരെ ഹാപ്പി ആയിട്ട് ആ കുട്ടി പോകുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവൻ അതിനു മുമ്പുണ്ടായിരുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറുമ്പോഴായിരുന്നു അവന് ഗ്രൂമിങ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോ അവന് ഹാപ്പി ആയി. അങ്ങനെയാണോ? ക്ലാസ് എന്തായാലും പഠിച്ചു കഴിഞ്ഞിട്ടാണോ? ഇത് നമ്മളുടെ ഒരു ഇമോഷനാണ് ഏരിയസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാ സമയത്തും ഒരേപോലെ ഇരിക്കാറ് അല്ലല്ല. നമുക്ക് ഈ ഒരു ടെൻഡൻസി വരാറില്ലേ? ചില സമയത്ത് മൂഡ് ഓഫ് ആവും നമ്മള്. ഇപ്പൊ എത്ര ബാക്കിയുള്ളവർ നമ്മുടെ ചുറ്റുമുള്ളവർ ഹാപ്പി ആയിട്ട് ഇരിക്കുമെങ്കിലും നമ്മള് വേറെ കാര്യങ്ങളുടെ പുറകെ പോകും. മാനസികമായിട്ട് നമ്മള് ഞാനില്ല, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ മിണ്ടാതിരിക്കും, മാറിയിരിക്കും. പക്ഷെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാറും അല്ലേ? ആ ഒരു മൂഡേ ചേഞ്ച് ചെയ്യും. എങ്ങനെയെന്ന് അറിയില്ല. ചിലപ്പോ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പാട്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടി വന്ന് എന്തെങ്കിലും പറഞ്ഞ തമാശ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ആ ഇമോഷൻ അങ്ങനെ വിട്ടുപോകും. അതാണ് ഗ്രിഗേറിയസ്നെസ് എന്ന് പറയുന്നത്. അതൊരു ഇമോഷനാണ്, അത് കാണാൻ പറ്റില്ല, നമ്മളത് അനുഭവിച്ചറിയുന്നത്. നിങ്ങൾ എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കുട്ടികളാണെങ്കിൽ അതേ ടെൻഡൻസി എപ്പോഴും കടന്നു പോകുന്നുണ്ടാവും മാം. എപ്പോഴും കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചിലവർ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും, വെറുതെ ക്ലാസ് കേൾക്കുകയായിരിക്കും, വെറുതെ ഗ്രൂപ്പ് ആക്ടിവിറ്റി കേൾക്കുകയായിരിക്കും. കുറെ കഴിഞ്ഞിട്ടായിരിക്കും വൈകുന്നേരം ചിലപ്പോൾ ക്ലാസ്സിൽ റെക്കോർഡഡ് കാണാൻ നോക്കി കണ്ടു കഴിയുമ്പോൾ
ക്ലാസ് ചിലപ്പോൾ ഹാപ്പി ആവുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ മൂഡ് ഓക്കെ ആവുന്നവരുണ്ടാവും, എന്തും ആയിക്കോട്ടെ. പക്ഷെ നമ്മളുടെ ഈ ഒരു കുറച്ച് സമയത്തേക്ക് എന്താണ് ഈ ഗ്രീവിനെസ് എന്നൊരു ടെൻഡൻസി നമ്മളിൽ എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട്, കുട്ടികളിലും മുതിർന്നവരും. അതായത് ഹ്യൂമൻ ബീങ്സിൽ ഒരേപോലെയുള്ള ഒരു ടെൻഡൻസി ആണത്. ഇത് ശരിക്കും ഇമോഷണൽ ആയിട്ട് ബാലൻസ്ഡ് ആണത്. ശരിക്കും നമ്മുടെ സാഡസ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസിൽ നിന്ന് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസിലേക്ക് പോകുന്ന ഒരു പ്രോസസ് ആണ് ഗ്രീവിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ട് വിട്ടുപോയേക്കാം. ഓക്കെ, ചിലപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വികാരങ്ങളായിരിക്കാം. പക്ഷെ കുറെ സമയം നമ്മൾ എഴുതി വരുന്നത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് ഇവരും ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞാലും അമ്മയോടൊന്ന് പറഞ്ഞാലും എന്നൊരു തോന്നൽ നമുക്ക് വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയും അമ്മേ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് എന്താണെന്നാവുന്നു. പക്ഷെ അവർ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളോട് ചിലപ്പോൾ ആശ്വാസം കിട്ടും. ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെ മാറുന്നവരുണ്ടാവും. നമ്മുടെ ഫീലിങ്സ് മറ്റൊരാളോട് കുറെ നമ്മളത് മനസ്സിൽ ഒരുപാട് സമയം ഇട്ടിട്ട് വിഷമിച്ചായിരിക്കും നമ്മളത് ലാസ്റ്റ് പറയുന്നത്. ഓക്കെ, അതായത് പറയാതെ എന്ന് പറയുകയും ചെയ്യും. ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ പറയാതെ നമ്മൾ നോർമലി ഓക്കെ ആവാറുണ്ട്, ഷെയർ ചെയ്യാനും പറ്റുകയും ചെയ്യും. നമ്മൾ നോർമലി സ്വാഭാവികമായിട്ട് ഓക്കെ ആവും ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് എന്ത് ക്ലിയർനെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫീലിങ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെ എന്ത് പറയുന്നു, ക്ലിയർനെസ് അഥവാ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളുടെ വികാരം മറ്റൊരാളോട് ഷെയർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, അത് രണ്ട് രീതിയിലുണ്ടെന്ന് ടീച്ചർ പറഞ്ഞില്ലേ. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ നമ്മൾ ഓക്കെ ആവും അല്ലെ, നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആവും. അല്ലെങ്കിൽ എന്താണ് മറ്റൊരാളോട് സഹായം അല്ലെങ്കിൽ മറ്റൊരാളോട് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കാം, ആ ഒരു ഫീലിംഗിൽ നിന്ന് നമ്മൾ മാറ്റം വരും. അതാണ് എന്താ ഗ്രീവിനെസ് എന്നൊരു ടെൻഡൻസി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ കടന്നു പോയോണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. നിങ്ങളൊക്കെ എല്ലാവരും ഈ ഒരു ഘട്ടത്തിൽ കൂടി കടന്നു വരില്ലേ. ഇപ്പോഴും നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണിത്, ഇത് നിലയ്ക്കുന്നില്ല അല്ലെ. ഉണ്ടാവും നമുക്ക്. യെസ്, ബേസിൽ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഗ്രിഗേറിയസ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇൻട്രോവേർട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എക്സ്ട്രോവേർട്ടുകളുണ്ട്, ആംബിവേർട്ടുകളുണ്ട്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻട്രോവേർട്ട്സ്? ശരിക്കും പറഞ്ഞാൽ ഗ്രിഗേറിയസ് എന്ന ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക്. അതായത് അവരുടെ ഫീലിങ്സ് എല്ലാവരും ഷെയർ ചെയ്യുക, അവർക്ക് ചെറിയ സർക്കിൾ ഉണ്ടാവുക, അവരുടെ ഫീലിങ്സ് എല്ലാം വളരെ സേഫ് ആയിട്ട് ഒരു ചെറിയ കുറച്ച് പേരുണ്ട്, ചിലപ്പോൾ 2 പേരുള്ള കൂട്ടമായിരിക്കും, ഒരാളുള്ള കൂട്ടമായിരിക്കും, ഒരു ഓപ്പൺ സ്പേസിൽ സംസാരിക്കില്ല, വളരെ ഹാമായിട്ടായിരിക്കും. അവർക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്, അവർക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ല, ആരോട് എന്ത് പറയണമെന്നുള്ളത് അവർക്കത് അറിയാൻ പറ്റാത്ത അങ്ങനത്തെ കപ്പാസിറ്റിയുള്ള ആൾക്കാരുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രോവേർട്ടുകൾ എന്ന് പറയുന്നത്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ഇതിനൊക്കെ മറിച്ച് കിടക്കുന്ന ഒരാളായിരിക്കും അല്ലെ. അവിടെ ഒരു ഒഴിവോ മറയോ ഒന്നുമില്ല അല്ലെ, വളരെ ഓപ്പൺ ആണ് അല്ലെ, ഈസി ഗോയിങ് ആണ്, ടെൻഷൻ ഫ്രീ ആണ്, വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്, എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. അവരിങ്ങനെ ഇത്തിരി സമയം വിഷമിച്ചാൽ പോലെ പെട്ടെന്ന് തന്നെ അവർക്ക് റിക്കവർ ആവാൻ പറ്റും. ഓക്കെ, ഇനി ആംബിവേർട്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഇതിന് രണ്ടിന്റെ ഇടയിൽ ഇത് മിക്സ്ഡ് ആണ്. ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനുള്ള ആൾക്കാരാണ് ആര്, ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു അധ്യാപകൻ എങ്ങനെയുള്ള ആളാവണം, അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള ഒരാളായിരിക്കണം? എക്സ്ട്രോവേർട്ട് ആവണോ, ഇൻട്രോവേർട്ട് ആവണോ, ആംബിവേർട്ട് ആവണോ? എക്സ്ട്രോവേർട്ട്, എക്സ്പോർട്ട് ആയി. ആംബിവേർട്ട് ആവണ്ടേ അല്ലെ, ആംബിവേർട്ട് ആവണ്ടേ. കാരണം നമുക്ക് ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ മനസ്സിലാക്കണം അല്ലെ. 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് ആ ഇമോഷൻസിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഗ്രിഗേറിയസിന്റെ ടെൻഡൻസി നോക്കുന്ന സമയത്ത് ഈ 3 കാര്യം 3 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. മനസ്സിലായോ എന്താണ് ഗ്രിഗേറിയസ് എന്ന് പറയുന്നത്? മനസ്സിലായി. ഇനി ഞാൻ ഇംഗ്ലീഷ് ടേംസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. അതപ്പോ ടീച്ചർ അയക്കുന്ന നോട്ട് അതേപോലെ തന്നെ പഠിക്കുക കേട്ടോ. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾ ഡീകോഡിംഗ് റെക്കോർഡിംഗ് പഠിച്ചവരല്ലേ, മെസ്സേജ് ഇതൊക്കെ പഠിച്ച ആൾക്കാരല്ലേ? ആശയവിനിമയം.
ആശയവിനിമയമാണ്. അതൊരു ടെൻഡൻസി ആണോ നമ്മുടെ? അതെ. 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 ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ എല്ലാ പ്രവണതകളും വരുള്ളൂ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയല്ലേ? അതെ, ആശയവിനിമയം വേണം. ഇൻഫോർമേഷൻ നമുക്ക് എന്ത് വിഷമാണെങ്കിലും നമുക്കത് പാസ് ചെയ്യണമെങ്കിൽ ആംഗ്യങ്ങളിലൂടെയാണ്. പക്ഷെ എല്ലാ തരത്തിലും നമുക്ക് ആംഗ്യങ്ങളിലൂടെ കാണിക്കാൻ പറ്റുമോ? ആ കാറ്റഗറി ആൾക്കാർക്ക് പറ്റും അല്ലെ? ഇപ്പൊ സംസാരശേഷി ഇല്ലാത്തവരോ മറ്റെന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് എന്താണ് ആംഗ്യഭാഷ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ എല്ലാ ടെൻഡൻസിനെയും അല്ലെങ്കിൽ അത് പറയണമെങ്കിൽ നമുക്ക് എന്താണ് അവിടെ കൃത്യമായിട്ട് ആശയവിനിമയം ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. നമ്മൾ എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എപ്പോഴൊക്കെയാണ് നമ്മൾ ഡെയിലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട് ഉണ്ട്. ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മള്? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയും ടീച്ചറെ? എന്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറില്ല. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? നമ്മൾ പറയാറില്ലേ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ പറയാറില്ലേ നമ്മള്? അതെ മാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മള് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചില സ്ഥലങ്ങളിൽ മൗനം പാലിക്കാറുണ്ട് അല്ലെ? മൗനം എന്ന് വെച്ചാൽ അവിടെ ആശയവിനിമയത്തിന് വേറെ പ്രാധാന്യം ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് മാത്രമാണ് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അത് നമ്മുടെ അഭിപ്രായത്തിന് അവിടെ വിലയില്ല എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് പിൻവലിയാറുണ്ട്. നമ്മുടെ ഡിഫൻസ് മെക്കാനിസം പോലെ നമ്മൾ എന്താണ് അവിടെ നിന്ന് പിന്മാറാറുണ്ട്. ഓക്കെ, വിഡ്രോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറില്ല. ഇടയ്ക്കിടയ്ക്ക് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. സൈക്കോളജി റിലേറ്റഡ് ആണല്ല. ഓക്കെ, എല്ലാ സമയത്തും നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ടെൻഡൻസി നമ്മുടെ ഇല്ല. ചില സമയങ്ങളിൽ ഇത് മാറുന്നത്. പക്ഷെ നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് എന്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫോർമേഷൻസും നോളജുകൾസും മറ്റുള്ളവരുമായിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇൻഫർമേഷൻസും നോളജും മറ്റുള്ളവരുമായിട്ട് പാസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് 4 രീതിയിൽ അല്ലെങ്കിൽ ഒരു 6 രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഹാപ്പി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? വളരെ പ്ലസന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സങ്കടത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? വിഷമിച്ച്, ദേഷ്യത്തില്, രൗദ്രത്തില്, അഹംഭാവത്തില്, പുച്ഛത്തില്. പിന്നെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും? പിന്നെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും? ഇത്രയുള്ളോ? പൊട്ടിച്ചിരിക്കാൻ പറ്റും അല്ലെ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കും. അതേപോലെ തന്നെ ഇതിനെല്ലാം നമ്മളിപ്പോ കളേഴ്സ് പഠിച്ചില്ല നമ്മള്? ഇപ്പോ കളർ പാലറ്റിൽ ഓരോ കളറിനും 9 കളർ ഷെയ്ഡ് വരുന്നത് പോലെ ചിരി തന്നെ നമുക്ക് പല രീതിയിലുണ്ട്. ഇമോഷൻസ് തന്നെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് പല രീതിയിൽ നമുക്ക് പല ഷെയ്ഡ്സേ കൊണ്ടുപോകും. ചെറുതായി ദേഷ്യപ്പെടാം അല്ലെ? ചെറിയ വാക്കുകളോട് ദേഷ്യപ്പെടും നമ്മള്, ഉച്ചത്തിൽ ദേഷ്യപ്പെടും നമ്മൾ, ആലറി ദേഷ്യപ്പെടും, അക്രമാസക്തമായിട്ട് നമുക്ക് ദേഷ്യപ്പെടും അല്ലേ? അപ്പൊ എന്താണ് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ നമ്മളെ നിന്ന് വരാറുണ്ട് ഇല്ലേ? ജഗതിയാണ് ഓർമ്മ. ഓക്കെ, അത്രയുള്ളതൊക്കെ ഇതൊരു മനുഷ്യന്റെ ഒരു പ്രവണതയാണ് ഇങ്ങനെ അല്ലെ? അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന അതിനൊരു ബേസിക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വികാരം ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഈ ആശയവിനിമയം എന്നുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകും. മറ്റുള്ളവരുടെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമ്പോൾ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, അവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതെല്ലാം ഉള്ളിൽ വെക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഡിസ്റ്റർബ്ഡ് ആവേണ്ട. ഓക്കെ, മറ്റൊരാളോട് പറയുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിൽ നമ്മളത് ഷെയർ ചെയ്തു അല്ലെ? ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളാകെ റിലീഫായി, നമുക്ക് ആ ഒരു സ്ട്രെസ് ഫീലിൽ നിന്നത് മാറി. ഓക്കെ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ? മനസ്സിലായി. ഇതിൽ കൂടുതൽ പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഓരോ സെന്റൻസ് എടുത്ത് പറയാന്നുള്ളത് നല്ല നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായാൽ പോരെ? ഇനി അബ്സ്ട്രാക്ഷൻ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അബ്സ്ട്രാക്ടിങ് തിങ്കിങ് അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അബ്സ്ട്രാക്ഷൻ? കൂടുതൽ ഒരാള് പറയും. സങ്കല്പിക്കാനുള്ള ശക്തിയാണോ? ആണോ? യെസ്, അതായത് പറഞ്ഞു.
അല്ലെ കൂടുതലായിട്ട് ഇറങ്ങിച്ചെന്ന് അതിനെ മനസ്സിലാക്കാൻ ഉള്ള അതെ, ശരിയാണ് അല്ലെ. ഈ സിന്ധു സിന്ധു എന്നുള്ള നമ്മുടെ അർച്ചനയാണോ? യെസ്. അതെ അർച്ചനയാണോ? അതെ അതെ അതെ. അർച്ചനയൊന്നും കാണാൻ പോലും ഇല്ല. കേറാറുണ്ടോ ക്ലാസ്സില്? ഇല്ല മാം, കേറാറില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കിട്ടുമ്പോഴൊക്കെ കേറും. സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേറാൻ. പിന്നെ റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഓക്കെ, ശരി, ഓക്കെ. ഇനിയിപ്പോ കേറണോട്ടോ, കുറച്ച് ദിവസം ഉള്ളിൽ ക്ലാസ്സുകളൊക്കെ കേറാൻ ശ്രമിക്കണേ. ഇനിയിപ്പോ കേറും, മാക്സിമം കേറണം. അമൂർത്തീകരണം എന്ന് പറയും അല്ലെ. നമ്മുടെ ഫിസിക്കൽ വേൾഡിനപ്പുറം നമുക്ക് മറ്റെന്തൊക്കെയോ ചിന്തിക്കാൻ കഴിയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പലതരത്തില് മനസ്സിൽ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പല രീതിയിലുള്ള ഒരു കാര്യത്തെ തന്നെ നമുക്ക് പല രീതിയിൽ അല്ലെങ്കിൽ എന്താണ് പല രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അല്ലെ. അതായത് ഒരു കാര്യത്തെ തന്നെ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പല ഐഡിയാസ് നമുക്ക് രൂപപ്പെടുത്താൻ വരുന്ന ഒരു പ്രവണത, മനുഷ്യന്റെ ആ ഒരു പ്രവണതയാണ് നമ്മുടെ അബ്സ്ട്രാക്ഷൻ അഥവാ അമൂർത്തീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡിനപ്പുറം മറ്റൊരു കാര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് അതിനെ ആ ഐഡിയാനെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ലോജിക്കലായിട്ട് യുക്തിപൂർണമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ അബ്സ്ട്രാക്ഷൻ എല്ലാ മനുഷ്യരിലും ഉണ്ടാവോ? ഉണ്ടായിരിക്കോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചില്ല എന്ന് പറഞ്ഞോളൂ, എനിക്കറിയാതെ. ഇല്ല, ഇല്ലെന്നാണോ ഉറച്ചു വിശ്വസിക്കുന്നത് സരീനെ? ചിലവർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ലല്ലോ മാം. അതെ, അതായത് എല്ലാ കഴിവും മനുഷ്യരിലുണ്ട്, പക്ഷെ ഉപയോഗിക്കുന്നില്ല അല്ലെ. ഉപയോഗിക്കാനായിട്ട് അതിന് കുറച്ച് എന്ത് വേണം? നമുക്ക് കഴിവ് വേണം അല്ലെ. അതിനെ ചിന്തിക്കാൻ ഒരു കപ്പാസിറ്റി, ഇന്റലിജന്റ് കപ്പാസിറ്റി ഉണ്ടായുള്ള ആൾക്ക് കൂടുതൽ അബ്സ്ട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ക്യാച്ച് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ട് നമ്മളന്ന് പ്ലെയിൻ ക്രാഷ് ഉണ്ടായപ്പോ പലരും പല രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചത് അല്ലെ. പ്ലെയിൻ ക്രാഷ് ഉണ്ടായില്ലേ? എവിടെയാണ്? അഹമ്മദാബാദിൽ അല്ലെ. അഹമ്മദാബാദിൽ പ്ലെയിൻ ക്രാഷിനെ നമ്മൾ പലരും പല രീതിയിലാണ് നോക്കിക്കണ്ടത് അല്ലെ. നമ്മൾ പറഞ്ഞു അവർക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നോക്കിയിട്ട് ഇറങ്ങാമായിരുന്നു, ഒന്നുകൂടി റീചെക്ക് ചെയ്യാമായിരുന്നു. നമ്മളിങ്ങനെ പല രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചു. ഒറ്റയ്ക്ക് തകർന്നു കഴിഞ്ഞപ്പോഴും പിന്നെയും പറഞ്ഞു നമ്മൾ അവർക്ക് അതിനുള്ളിൽ ഓടി രക്ഷപ്പെടാനുള്ള സമയം ഉണ്ടായിരുന്നൊക്കെ നമ്മൾ പറഞ്ഞു. ചിലവരെന്താണ് അതിനെ ഓർത്ത് വിഷമിച്ചു. അതിനെപ്പറ്റി അധികം പറയാൻ പറ്റാത്തവരെന്ത് ചെയ്തു? അതിനെപ്പറ്റി വിഷമിച്ചു. അതുപോലെ ചൂടൽമലയിലെ വെള്ളപ്പൊക്കം അല്ലെ, ഫ്ലഡ് ഉണ്ടായ സമയത്ത്, ഫ്ലഡ് അല്ലല്ലോ, ലാൻഡ് സ്ലൈഡ് അല്ലെ, ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിലാണ് ആ ചിന്ത, ആ ഓരോ കോൺസെപ്റ്റും നമ്മൾക്ക് പല രീതിയിൽ ചിന്തിക്കാൻ പറ്റുകയാണ് അല്ലെ. അപ്പോ അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പഠിക്കുകയാണ്, ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുന്നത്, മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. ഇപ്പൊ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അധികം അറിയാത്ത ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും മാത്സ് അറിയണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതായത് നമ്മൾ എത്ര പഠിച്ചാലും ചിലർക്ക് അത് കിട്ടില്ല. മാത്സ് എത്രത്തോളം ട്രൈ ചെയ്താലും ചിലർക്ക് അത്ര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേ സെയിം ആൾക്ക് തന്നെ എന്താണ് ലാംഗ്വേജ് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലെ. മറ്റു ലാംഗ്വേജ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഒന്നും അത് സാൻസ്ക്രിറ്റ് ഒന്നും എന്താണ് അവർക്ക് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതെന്താണ്? ചിന്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രവണതയാണ്. അത് എല്ലാ മനുഷ്യരിലും ഉണ്ടെങ്കിൽ പോലും കൂടുതൽ എങ്ങനെയുള്ള മനുഷ്യരിലായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക? ചിന്താശക്തി കൂടുതലുള്ള ആൾക്കാരാണ് അല്ലെ. നമുക്ക് ഒരു കാര്യത്തെ പല രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി. ഇപ്പൊ നമ്മുടെ സാഹിത്യകാരന്മാര്, ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബിൽഡേഴ്സ്, ആർക്കിടെക്ട്സ്, ഇവർക്കൊക്കെ എന്താണ് അബ്സ്ട്രാക്റ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ അറിയാം അല്ലെ. ഓക്കെ, അതായത് അമൂർത്തമായിട്ട് ഒരു കാര്യത്തെ പല ആംഗിളിലൂടെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയൂലേ ചെറിയ കുട്ടികൾ ചിന്തിക്കുന്ന പോലെയല്ല വലിയ കുട്ടികൾ ചിന്തിക്കുന്നത്. എന്താണ് അവിടെ വ്യത്യാസം? എന്താണ് വ്യത്യാസം അവിടെ? അവിടെ ഏതാണ് വ്യത്യാസം വരുന്നത്? അവിടെ ഏജ് വ്യത്യാസം വരുന്നില്ലേ? ഓരോ ഏജിനനുസരിച്ച് ഇവർക്ക് വീക്ഷണം കുറവാണ് ചെറിയ കുട്ടികൾക്ക്. വലിയ കുട്ടികളാകുമ്പോ അവർക്ക് കുറച്ചുകൂടെ വീക്ഷണം കിട്ടും. അപ്പൊ അതനുസരിച്ച് അവർ ചിന്തിക്കും. അപ്പൊ അബ്സ്ട്രാക്ഷന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ചെറിയ കുട്ടികളെ അപേക്ഷിച്ച് വലിയ കുട്ടികൾ ചിന്തിക്കുന്നതിന്റെ ചിന്തയുടെ ക്വാണ്ടിറ്റി എന്തായാലും കുറച്ചുകൂടി കൂടുതലായിട്ട് അനുഭവപ്പെടും. ഓക്കെ, യെസ്. 25 വയസ്സുള്ള ഒരു വ്യക്തിയും ഒരു 50 വയസ്സുള്ള വ്യക്തിയും തമ്മിൽ ഒരുപാട് കാഴ്ചപ്പാടിൽ ഡിഫറൻസ് ഉണ്ട്. ഒരിക്കലും 50 വയസ്സുള്ള വ്യക്തിയെ ജയിക്കാൻ 25 വയസ്സുള്ള വ്യക്തിക്ക് പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് വീക്ഷണം ഒരുപാടുണ്ട്. മറ്റവർക്ക് ഒരുപാട് 25 വർഷത്തെ ഗ്യാപ്പ് കിടക്കുന്ന. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അല്ലെ.
എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ ലേണിംഗ് എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ നോളജ് എന്ന് പറയുന്നത്. അനുഭവങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങളും എത്തിപ്പെടുന്നത് ജോലി മാർക്കസിന് കൃത്യമായിട്ട് അറിയാം അല്ലെ? കൃത്യമായി അറിയാം അനുഭവങ്ങളിൽ കൂടെ മാം. പഴയ മനുഷ്യര് അവര് പറഞ്ഞിട്ടുള്ള എത്രയെത്ര കാര്യങ്ങൾ ഇപ്പോഴും എന്റെ അനുഭവത്തിൽ കൂടെ തന്നെ ഞാൻ അന്നത് മനസ്സിലാവില്ല. 25 വയസ്സുള്ളപ്പോ അത് മനസ്സിലാവില്ല, പക്ഷെങ്കിൽ ഇപ്പൊ അത് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മക്കളോട് ഞാൻ പറയും, ഒത്തിരി കാര്യങ്ങള് ഉണ്ട്, ഒരുപാട്. അവർക്ക് അത് മനസ്സിലാവണേ ആ പ്രായം എത്തുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ശരിയാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഒരു കുട്ടിയോട് അബ്സ്ട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയണം. സ്റ്റോറി എഴുതാൻ പറഞ്ഞ ഒരു ടോപ്പിക് കൊടുക്കും. ഓക്കെ, അതെന്ത് മെത്തേഡാണ്? അബ്സ്ട്രാക്ഷൻ മെത്തേഡാണ്. അതായത് ആ കുട്ടി ചിന്തിച്ച് വേണം അത് എഴുതാനായിട്ട് അല്ലെ? സ്റ്റോറി ചിലപ്പോൾ നമ്മൾ ടോപ്പിക് കൊടുക്കുക, അതെനിക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറഞ്ഞാൽ പോലും എന്താണ്, എന്തിനെങ്കിലും കുറിച്ച് കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെ? നമ്മൾ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് എഴുതിക്കോ എങ്കിൽ പറഞ്ഞാൽ ഇപ്പൊ മേഘങ്ങൾ അല്ലെങ്കിൽ നദി അല്ലെങ്കിൽ പുഴകൾ മലകൾ എന്നൊക്കെ പറഞ്ഞ സബ്ജക്ട് കൊടുത്താലും കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പുഴകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റണം. പുഴ കണ്ടിട്ടുണ്ടാവണം, പുഴയെ പറ്റി, പുഴ എങ്ങനെയാണ് ഒഴുകുന്നത്, പുഴയുടെ ഒഴുക്ക് എങ്ങനെയാണ്, പുഴയുടെ അരികിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, പുഴയുടെ ഓളം എങ്ങനെയാണ്, പുഴ സംസാരിക്കുന്നുണ്ടോ, പുഴ എവിടെയാണ് എത്തിച്ചേരുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? അബ്സ്ട്രാക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ? അവർക്ക് അമൂർത്തമായിട്ട് ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് കടക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം അവർക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ഇതേപോലെ ഒരു ആക്ടിവിറ്റി ക്ലാസ്സിൽ കൊടുക്കുകയാണെങ്കിൽ ചില കുട്ടികൾ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കും, ചില കുട്ടികൾ 1 or 2 ലൈനിലോ അല്ലെ ഹാഫ് പേജിൽ നിർത്തും, സ്റ്റോറി നിർത്തും. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ നിർത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്? അവർക്ക് അല്ലെ അത്രയും ചിന്തിക്കാനായിട്ട് പറ്റും. ആരുടെ മൈക്ക് ഓണാണ് കേട്ടോ, എന്തോ ശബ്ദം വരുന്നുണ്ട്. ദാറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ വേർഡിന് അപ്പുറമായിട്ട് നമുക്ക് ചിന്തിക്കാൻ, അത് മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ ഐഡിയാസ് രൂപപ്പെടുത്താനുള്ള ഒരു മനുഷ്യന്റെ കഴിവിനെയാണ്, ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് എന്താ അടുത്ത ടെൻഡൻസിയാണ് ക്യൂരിയോസിറ്റി. നമ്മൾ എല്ലാവരും ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണ് അല്ലെ? അതെ. എന്തിനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ളത്? എക്സാമിന് മാർക്ക് എത്ര? ആരുടെയാണോ? അശ്വതിയുടെയാണോ ശബ്ദം വല്ലത് ഇങ്ങനെ ശബ്ദം വരുന്നത്? അത് മാത്രല്ല, എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ നമ്മൾ എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. എല്ലാ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. സുമയ പറയുന്നു സുമയ്ക്ക് എല്ലാത്തിനും ക്യൂരിയോസിറ്റി ആണെന്നാണ്. ഓക്കെ, എന്താണ് ക്യൂരിയോസിറ്റി? ഇനി മലയാളം വാക്ക് എന്താ പറയുന്നത് നമ്മള്? ജിജ്ഞാസ ആണ്. ആകാംക്ഷ. ഉണ്ടോ? ഇതിൽ പറയണ്ടോ? നമ്മള് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകൃതിയെ അറിയാൻ, എൻവയോൺമെന്റിനെ അറിയാനായിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മള് മഴ പെയ്യുന്നതിനെ കുറിച്ച് കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം അല്ലെ? മഴ പെയ്യുന്നുണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നീട് എന്താണ്? കുഞ്ഞിന്റെ മനസ്സിൽ മഴ കാണണം അല്ലെ? കുഞ്ഞ് മഴ കണ്ടു തുടങ്ങി. പിന്നീട് നമ്മളോട് എന്ത് ചോദിക്കും? ഒരു ഏജ് കഴിഞ്ഞ സമയത്ത് അമ്മ മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെ? മഴ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കും. നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടി മനസ്സിലാക്കും. ആ അറിവോടുകൂടിയ മഴ പെയ്യുന്നത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടി മഴ കാണുകയാണ്. ഓക്കെ, പിന്നെ മറ്റു പ്രതിഭാസങ്ങൾ അതുപോലെ നടക്കുന്നുണ്ട്. മഴയും വെയിലും മഞ്ഞും ഒക്കെ മാറി മാറി വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാനായിട്ട് കുട്ടികൾ എന്തുണ്ടാവും? ക്യൂരിയോസിറ്റി. ഇത് ഏത് ടെൻഡൻസിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നോക്കി നിങ്ങൾ. നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ എക്സ്പ്ലോറേഷൻ അല്ലെ? യെസ്, അറിയാനുള്ള ഒരു കണ്ടെത്താനുള്ള ഒരു വ്യഗ്രത. അത് എന്താണ്? ജിജ്ഞാസ. അല്ലെങ്കിൽ ഒരു കാര്യത്തെ പുതിയതായിട്ട് ഓരോ ദിവസം നമ്മൾ തിരുമ്പഴത്തേ എന്താണ്? പുതിയ കാര്യങ്ങളാണ് പരിചയപ്പെടുന്നത് അല്ലെ? ഇതിപ്പോ കുട്ടികളാണെങ്കിലും വലിയ മുതിർന്നവരിലാണെങ്കിലും എന്താണ്? അറിയാനുള്ള അല്ലെ? അറിയാൻ. ഇപ്പൊ നമ്മള് ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു, ബ്ലഡ് ടെസ്റ്റ് കൊടുത്തിട്ട് WC കൗണ്ട് എത്രയാണെന്ന് അറിയാനുള്ള വ്യഗ്രത ഉണ്ടാവൂലേ? കുറവ് കൂടുതലാണെങ്കിലും പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരുന്ന ടെൻഷൻ ആയിരിക്കും നമുക്ക് അല്ലെ?
നമ്മൾ അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, എക്സാം ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യമായിക്കോട്ടെ, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും ഒരു ആകാംക്ഷയാണ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, എക്സെപ്റ്റ് നമ്മൾ ഒരു എന്താ പറയാ, നമ്മളത് പ്രവചിക്കാൻ പറ്റില്ല നമുക്ക്, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് എന്ത് തോന്നുന്നത്, ആകാംക്ഷ തോന്നുന്നത് അല്ലെ. നമ്മളത് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ടെൻഡൻസിയാണ് എന്ത്, ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്, അഥവാ ജിജ്ഞാസ അല്ലെങ്കിൽ ആകാംക്ഷ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചുറ്റുപാട്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ എങ്ങനെ നടക്കുന്നു എന്താണെന്ന് അറിയാനായിട്ട് അവർക്ക് ജിജ്ഞാസ ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെൻഡൻസി നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതൊന്നും എന്താണ് നിൽക്കുന്നില്ല, ഇതൊന്നും നിലച്ചു പോകുന്ന ഒരു ടെൻഡൻസി, പ്രവണതകളെല്ലാം എല്ലാ മനുഷ്യരിലും എന്താണ്. ഞാൻ ചോദിക്കട്ടെ ജോലി മാം, ഒരു കാര്യം ചോദിക്കട്ടെ, കേൾക്കുന്നുണ്ടോ? അയ്യോ, ക്യൂരിയോസിറ്റി എന്നൊരു പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ ജോലിയിലെ? ഉണ്ട് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട്. ഇടയ്ക്ക് കൈ തൊട്ടപ്പോ എന്റെ ഫോൺ എന്റെ ടാബ് അങ്ങോട്ട് മാറിപ്പോയി, അതുകൊണ്ടാ പറയാൻ. ഉണ്ട് ഒരുപാട് കാര്യത്തിൽ ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളിൽ ഇപ്പോഴും ഈ ടൈമിലും ഉണ്ട്. ആണാണ് എനിക്ക് ഇവിടെ എല്ലാരും ഒരു സെക്കൻഡ് ഞാൻ ഇടയ്ക്ക് കയറിയെന്ന് പറയല്ലേ മാങ്കിൽ, ഇനിയിപ്പോ ടൈം കിട്ടത്തില്ലല്ലോ മാമിന്റെ ക്ലാസ് തീരാറായില്ലേ എന്ന്. എല്ലാരും പിന്നെ എന്തുവാണ് ഹാബിറ്റിനെ പറ്റി അല്ലായിരുന്നല്ലോ, ഇൻട്രസ്റ്റിംഗ് മൂഡ്, ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആണെന്ന് തോന്നുന്നു എല്ലാവരും പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല. എല്ലാവരും ഇങ്ങനെ ഫാമിലി ലൈഫും കുഞ്ഞുങ്ങളുണ്ടായതും ഒക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഫാമിലി ലൈഫും കുഞ്ഞുങ്ങളുണ്ടായൊക്കെ സന്തോഷം തന്നെ, അതൊക്കെ ശരി. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എൻ്റെ സ്റ്റഡിയാണ്, എൻ്റെ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ 10ാം ക്ലാസ് തൊട്ട് എനിക്ക് പ്രതികൂലങ്ങളായിരുന്നു. ഒരു 10ാം ക്ലാസ് എൻ്റെ പപ്പായ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചു, ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ടീച്ചർ, അതാ എനിക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര, എൻ്റെ LKG തൊട്ട് എൻ്റെ ടീച്ചേഴ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എന്നോട് ഭയങ്കര അന്ന് സ്നേഹം. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ടീച്ചേഴ്സും അത് തന്നെ, ഇന്നും അത് തന്നെ. അവരും ഞാനും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ. അങ്ങനെയാണ്, ഇന്നും അതാണ് അന്നും അതാണ്. അങ്ങനെ അവരൊക്കെ എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുകയും പറഞ്ഞു തരികയും എന്തൊരു സ്നേഹമാണ്, സ്വന്തം മോളെ പോലെ അവരുടെ ആ ഒരു. ഞാൻ ഒത്തിരി അത് കഴിഞ്ഞ് +2 വന്നപ്പോൾ എൻ്റെ മമ്മിക്ക് സുഖമില്ലാതായിട്ട് നട്ടല് സ്പ്ലിറ്റ് ആയി, ഹോസ്പിറ്റൽ കയറി. +2 പകുതി ആയപ്പോഴാണ്, ഞാൻ നല്ലപോലെ പഠിക്കും പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ടെൻഷനും പഠിത്ത പ്രശ്നവും. പക്ഷെ ഞാൻ ഒന്നിനും തോറ്റിട്ടില്ല, പാസ്സാവും, അങ്ങനെ എന്നെ ദൈവം വിടുന്നുള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് മാർക്കിന് എന്നെ വിടത്തില്ല. അപ്പൊ +2 ആയപ്പോ എനിക്ക് പിന്നെ അങ്ങനെ ആയതുകൊണ്ട് പകുതി എങ്ങാണ്ടായപ്പോഴല്ല ക്ലാസ്സിന് പോയത്. പിന്നെ ഡിഗ്രി ആയപ്പോഴേ വല്ലച്ചാതി ഒരു പരുവത്തിലൊന്ന് കൊണ്ടുപോയി. ഈ അമ്മച്ചിയുടെ അസുഖം ഇങ്ങനെ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കുവായിരുന്നു. അത് അങ്ങനെ തന്നെ പോയിട്ട് MA ആയപ്പോഴത്തേക്കും പിന്നെ കല്യാണം കഴിച്ചു. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ ജോലിക്ക് വിടാന്നൊക്കെ പറഞ്ഞെങ്കിൽ അവര് മൊത്തം പ്രതികൂലമായിരുന്നു. MA കംപ്ലീറ്റ് ചെയ്തു, +2 വരെ പഠിപ്പിച്ചോണ്ടിരിക്കുക. ട്യൂട്ടോറിയൽ എൻ്റെ അപ്പാപ്പ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്നെ കെട്ടിക്കൊണ്ടു പോകുന്നത്. എല്ലാം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, അത് ഞാൻ ഫോളോ ചെയ്യുന്നു. അതാണ് എൻ്റെ ഭയങ്കര ഹാപ്പി മൂമെന്റ്. അതാണ് എൻ്റെ ആരൊക്കെ എന്തോ പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. എന്റെ ഇത് എനിക്ക് ദൈവമേ എന്നെ മരിക്കുന്നവരെ നിർത്തല്ലേ എന്നാ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യം. അപ്പൊ ജോലിയിൽ ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. തുടക്കം മുതൽ ഇപ്പോ വരെ എന്താണ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ, ജീവിതകാലം കൂടെ കംപ്ലീറ്റ് ആയിട്ട്. ഞാനിപ്പോ മാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ടെസ്റ്റില് വേറൊരു ചാപ്റ്റർ എടുത്ത് ഞാൻ തന്നെ, എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പഠിപ്പിക്കുന്നത് മാത്രമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ അത് വായിച്ചിട്ട് തന്നെ അതിൽ നിന്ന് ബുക്ക് എടുത്ത് സ്വന്തമായി ബുക്ക് എടുക്കും, എന്നിട്ട് തന്നെ അതിൽ നിന്നൊരു നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. അങ്ങനെ ഞാൻ മാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യം പറയാം, എന്റെ ടൈം വേസ്റ്റ് ആക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അത്യാവശ്യമുള്ള കാര്യം മാത്രം ഞാൻ പറയും, ആവശ്യമില്ല എന്തേലും ആണെങ്കിൽ ഞാൻ അപ്പോഴേ ആ ടൈമിൽ ഈ നോട്ട്സ്, ഞാൻ ഒരു ചാപ്റ്ററിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വിട്ടിരുന്നു. എനിക്ക് അതാണ് എന്റെ ഹാപ്പി എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പ്ലോറേഷൻ ക്യൂരിയോസിറ്റി എന്നുള്ള നല്ലൊരു ടെൻഡൻസി ഇപ്പോഴും ജോലി യൂണിവേഴ്സിറ്റിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയതായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഞാൻ സമയം തന്നതിന് താങ്ക്സ് മാം. ഇടയ്ക്ക് കയറി പറഞ്ഞെന്ന് പറയരുത്, ഇനി ടൈം ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ല ഇനിയിപ്പോ ഒന്നുമില്ല അങ്ങനെ പറയാനേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് അബ്സ്ട്രാക്ഷൻ ആൻഡ് ക്യൂരിയോസിറ്റി എന്ന ടെൻഡൻസി വരെ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നതാണ് കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ ആൻഡ് വർക്ക്.
ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ബുധനാഴ്ച. ഓക്കെ, നെക്സ്റ്റ് വെനസ്ഡേ. പിന്നെ ഒരാള് സെമിനാർ എടുക്കാനില്ലേ? ഒരാള് ലാസ്റ്റ് എടുത്തോ, പേരെന്താണ്? ഒരാൾക്ക് എടുക്കാൻ ഒരാള് ഫ്രൈഡേ എടുക്കാം കേട്ടോ. ഇപ്പൊ എടുക്കേ എടുക്കണ്ട, ഇപ്പൊ ഫ്രൈഡേ എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത ടെൻഡൻസീസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമ്മൾ 14 ടെൻഡൻസിയിൽ 6 ടെൻഡൻസി പറഞ്ഞു. ഓക്കെയാണോ? ഓക്കെ, ക്ലിയർ. ഇല്ല മാം. മെയിനോട്ടില്ല. എങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഇന്നത്തെ ക്ലാസ് നല്ല രസകരമായിട്ട് എല്ലാരും നല്ല ക്യൂരിയോസിറ്റിയോടുകൂടി ഈ ക്ലാസ് എല്ലാരും എൻജോയ് ചെയ്ത് തന്നെ പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റി മാം. മാമിന് താങ്ക് യു. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു. ഫൈനൽ മാം, ഞങ്ങൾക്ക് ഇന്നലെ ജിഷ മാം സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഇന്നലെ പറയേണ്ടത്. ഡെയ്സിനാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. ഡെയ്സിൻ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടായിരുന്നു ഇന്നലെ പ്രസന്റ് ചെയ്തതിലും. ഡെയ്സിൻ പറഞ്ഞ കാര്യം 6 to 12 ഉണ്ടാവുന്നത് അവര് മോന് ഒരു മഞ്ഞൾ പൊടി എങ്ങനെയാണ് ഉണ്ടാവുന്ന അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അത് ആള് വന്നിട്ട് യൂട്യൂബോ അതൊന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല ഇന്റർകണക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഇന്നത്തെ നൈറ്റ് ക്ലാസ് ആയിരുന്നേ. നല്ല ഭംഗിയായിട്ട് ഞങ്ങളെ പന്തളത്തിലൂടെയൊക്കെ കൊണ്ടുപോയി. അവരുടെ ഡെയ്സിന്റെ വീടാണ് പന്തളം എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പൊ അവിടെ എങ്ങനെ വളരണം അതറിയാനുള്ള മോന്റെ ആ ഒരു ഇപ്പൊ പറഞ്ഞ ജിജ്ഞാസയൊക്കെയാണ് പറഞ്ഞത്. വളരെ ഭംഗിയായി പറഞ്ഞായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് മറന്നുപോവില്ല. താങ്ക് യു. ഞാനും എന്റെ കേരളത്തിലെ വീട്ടിലേക്ക് പോയി. ഞാൻ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നടക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭൂമിയിലോട്ട് ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൽ നിന്ന് ഒത്തിരി വേദന എനിക്ക് കിട്ടി. പക്ഷെ എനിക്ക് മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്ത് മറ്റേടെ കുറവും കുറ്റമൊന്നും ആരോടും പറയുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ വയ്യാതെ ഞാനങ്ങ് കരഞ്ഞു വിടിരുന്ന ഡെയ്സി പറയുന്നത് കേട്ടിട്ട്. എന്റെ നാട്ടിലെ വീട് ഓർക്കുമ്പോൾ ഞാൻ കരയും. അങ്ങനെയാണ് എന്റെ അവസ്ഥ. അത്രയ്ക്ക് നല്ല ഒരു എന്റെ ഹസ്ബൻഡിന്റെ നാട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പം എന്റെ വീട്ടിൽ പറയുന്നത് ഇത് ഊട്ടിയും കൊടൈക്കനാലും വരുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. എന്റെ വീട്ടിൽ വരുന്നത് അത്രയ്ക്ക് എല്ലാവരും എന്റെ മക്കളുടെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ് നാട്ടിലെ വീട്ടിൽ വരാൻ. പക്ഷെ അത് വൃത്തിയാക്കുന്നതിൽ ഒത്തിരി പേർക്ക് ജലസി എന്തെല്ലാം എനിക്ക് കേട്ടുവെന്ന് എനിക്കും ദൈവത്തിനും ഞാനല്ല വേറെ വരുന്ന കോടതിയെ സമീപിച്ചാണ്. പക്ഷെ ഞാനൊന്നും ചെയ്യത്തില്ല, എനിക്കിഷ്ടമില്ല അതൊന്നും. അത് ഓർത്ത് ഡെയ്സിൻ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അതങ്ങ് ഓർത്ത് ഞാൻ പിന്നെ മിണ്ടാതെ കരുതി എനിക്ക് പറയാൻ വയ്യാഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞാൻ മാമിനോടങ്ങ് പറയുക. നിങ്ങൾ ആ ക്ലാസ് കണക്ട് ചെയ്തതാണോ ക്യൂരിയോസിറ്റി ആയിട്ട്? അതാണോ പറഞ്ഞത്? ആണോ തന്നെ? അതെ മാം, അതില് ആ കുട്ടിക്ക് അത് അറിയാനുള്ളത് എങ്ങനെ അത് പൊടിയുണ്ടാവും എന്നുള്ളത് വൃത്തിയായിട്ട് ഡെയ്സിൻ പറഞ്ഞു. മാം അടക്കം നല്ല ഇതില് ക്ലാസ് കൊണ്ടുപോയിണ്ടായിരുന്നു. അതാ പറഞ്ഞത്. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ നമുക്കിങ്ങനെ നോർമലായിട്ട് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ വായിച്ച് സെന്റൻസ് വായിച്ച് എടുക്കാൻ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടിൽ എങ്ങനെ എടുക്കും എന്നുള്ളതിന് ഓരോ ദിവസം നമ്മൾ നിങ്ങൾക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് എടുക്കാൻ ശരിയാവുള്ളൂ. അപ്പൊ അതിന് കുറെ എഫേർട്ട് എടുത്തെന്ന് നോക്കിയിട്ടുണ്ട്. കാരണം ഒരു ടെൻഷൻ ആയിരുന്നു ടെൻഡൻസീസ് ഓഫ് മാൻ. അതാണ് ലാസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നത്. ആദ്യം നിർത്തേണ്ടതാണ് ലാസ്റ്റ് ഭാഗത്തേക്ക് വെക്കാറുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ എടുക്കും അതൊരു ക്ലാസ്സിന്റെ ലക്കാണ്. ഒരു ദിവസത്തെ പോലെ ആയിരിക്കും ഒരു ക്ലാസ്. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മോണ്ടിസോറി ടീച്ചറൊക്കെ ആയി മാറുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മനസ്സിലാക്കും എങ്ങനെയാണ് അതിന്റെ ബുദ്ധിമുട്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഒരു ക്ലാസ് ഭയങ്കര മോശമല്ലേ? പ്രത്യേകിച്ച് ഈ ഒരു തീരാൻ പോകുന്ന ഒരു അവസാന ഘട്ടത്തില് നല്ലൊരു ചാപ്റ്റർ ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നന്നായിട്ട് അറിയാം. അപ്പൊ അതിന് എഫേർട്സ് കുറെ ഉണ്ടായി, കുറെ ക്ലാസ്സുകൾ കണ്ടിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ഒരു ഇത്രയും വരെ എത്തിയത്. അപ്പൊ നിങ്ങളും സഹായിച്ചതിൽ ഒരുപാട് താങ്ക്സ്. എനിക്ക് പേടിയായിരുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ എനിക്കൊന്നൊരു പേടിയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ധൈര്യം വെച്ചാണ് എടുത്തതെന്ന് അറിയോ? ഡിഫൻസ് മെക്കാനിസം പഠിപ്പിച്ച കുട്ടികളാണ്. അവരത് കേൾക്കും എന്നൊരു വിശ്വാസത്തിലാണ് എടുത്തത്. പക്ഷെ അതിലും ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഡിഫൻസ് മെക്കാനിക്സിലെ. ഓക്കെ, ശരി. അപ്പൊ നമ്മള് ക്ലാസ്സിന് മുമ്പോട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം.
Thank you, ma'am.